എൻ്റെ പേര് മായാദേവി. ഞാൻ റോയൽ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ് എന്ന സ്ഥാപനം തലയോലപ്പറമ്പിൽ ഒരു 7 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പേഴ്സണൽ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ MA ഇൻ ഇംഗ്ലീഷ്, കൂടാണ്ട് സൈക്കോളജി MSc നേടിയിട്ടുണ്ട്. PG ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിലും ഉണ്ട്. കൂടാതെ ഈ അധ്യാപന രംഗത്ത്, അതായത് പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ട്രെയിനിങ് ആയിട്ട് 27 ഇയേഴ്സോളമായി IELTS, OET അല്ലെങ്കിൽ PT ഇതിൻ്റെയൊക്കെ കോച്ചിങ്ങുകളിലായിട്ടാണ് ഇത്രയും നാളും ഞാൻ സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. മാഡം, എനിക്ക് 3 ക്വസ്റ്റ്യൻസാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സാധാരണ ഒരാൾക്ക് വിദേശത്ത് പോകണമെങ്കിൽ, അവിടെ പോയി ഒരു ജോലി ചെയ്യണമെങ്കിൽ എന്തെല്ലാം രേഖകളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അയാൾ അടിസ്ഥാനപരമായിട്ട് ചെയ്തു വെക്കേണ്ടത്? അതിൻ്റെ ഒരു ചാനൽ ഏതാണ്? അത് വളരെയധികം നല്ലൊരു ക്വസ്റ്റ്യനാണ്. വിദേശ രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കേണ്ടവർക്ക് അത്യാവശ്യം വേണ്ട ഒരു ഡോക്യുമെൻ്റാണ് പാസ്പോർട്ട്. കൂടുതൽ ആളുകൾക്കും അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാകും. കാരണം ഒരു 10-18 വയസ്സാകുമ്പോഴേ അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പേ തന്നെ എല്ലാവരും പാസ്പോർട്ട് എടുത്ത് വയ്ക്കാറുണ്ട്, ഇങ്ങനെയൊരു സ്വപ്നം കാണുന്നവർ. ഇനി അടുത്തതായിട്ട് വേണ്ട ഒരു രേഖ എന്ന് പറയുന്നത്, ഏത് രാജ്യത്തേക്കാണോ നിങ്ങൾ പോകുന്നത് ആ സ്ഥലത്തേക്ക് പോകേണ്ടതുള്ള വിസ സംഘടിപ്പിക്കുക എന്നുള്ള. ആ വിസ പല രീതിയിൽ പോകാം. നമുക്ക് വർക്ക് വിസയ്ക്ക് പോകാം, സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാം, അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയ്ക്ക് പോകാം. ഏത് രീതിയിലാണ് നിങ്ങൾ പോകുന്നതിനനുസരിച്ചിട്ടുള്ള വിസ എടുത്തു വയ്ക്കേണ്ടതാണ്. പിന്നെ വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കണമെങ്കിൽ, ഒരു തൊഴിൽ അന്വേഷകനാണ് എങ്കിൽ, നേരിട്ട് തൊഴിൽ കിട്ടിയില്ല എങ്കിൽ നമ്മളൊരു വിസിറ്റിംഗ് വിസയ്ക്ക് പോകാവുന്ന, ഒരു 3 മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ സ്ഥലങ്ങൾ കാണുന്നു, കൂടാതെ അവിടെയുള്ള തൊഴിൽ ദാതാക്കളെയൊക്കെ അന്വേഷിക്കുന്നു, അറിയുന്നു ഏത് തരത്തിലുള്ള തൊഴിലാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ലഭ്യമാകാവുന്ന അറിയാം. അതിനെ കണ്ടുപിടിച്ച് അപ്പോൾ തന്നെ അവിടെ വെച്ച് സർക്കംസ്റ്റൻസസ് എല്ലാം ഓക്കെ ആണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് വിസ അപ്ലൈ ചെയ്ത് മാറാവുന്നതാണ്. അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ തന്നെ രാജ്യത്തേക്ക് തിരിച്ചു പോന്നിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി അവിടുത്തെ വർക്കിംഗ് വിസ ലഭ്യമാക്കിയിട്ട് ഇവിടുന്ന് പോകാവുന്ന. ഇതിനൊക്കെ താരതമ്യേന ചിലവ് കുറവുള്ള കാര്യങ്ങളാണ്. അല്ല എങ്കിൽ മറ്റു വഴികൾ നേടേണ്ടതാണ്. ഇങ്ങനെ പറയുമ്പോൾ സാധാരണ ആളുകളുടെ ഉള്ളിലേക്ക് വരുന്ന UAE ഒക്കെയാണ്. UAEയിൽ വളരെ ചെറിയ ടിക്കറ്റിൽ നമുക്ക് പോകാം. അവിടെ നമ്മുടെ ഒരുപാട് മലയാളികളുണ്ടാകും, നമുക്ക് കോണ്ടാക്റ്റ്, ഭാഷ, ഇതൊന്നും വലിയ പ്രശ്നം ഉണ്ടാകാറില്ല. പക്ഷേ യൂറോപ്യൻ കൺട്രിയിലേക്ക് മാറുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അവിടുത്തെ ഭാഷ വലിയൊരു തടസ്സമായി പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ആ ഭാഷ കൈകാര്യം ചെയ്തിട്ട്, അല്ലെങ്കിൽ അവിടെ യൂറോപ്യൻ കൺട്രിയിലേക്ക് ഒരാൾ ജോലിക്കായിട്ട് ഒരു അന്വേഷകൻ പോകുമ്പോൾ അയാൾ ശ്രദ്ധിക്കേണ്ടതും അയാൾ പാലിക്കേണ്ടതുമായിട്ടുള്ള അറിവുകൾ എന്തൊക്കെയാണ്? യൂറോപ്യൻ കൺട്രീസിലേക്ക് വരുമ്പോൾ പിക്ചർ കുറേ കൂടെ വിസ്തൃതമാകുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ ആവശ്യമുള്ള തൊഴിൽ സാധ്യതകൾ എന്തെല്ലാം അറിഞ്ഞ് അതിനനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. അവിടെയൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അല്ലെങ്കിൽ ഏജൻസികളുടെയൊക്കെ ആവശ്യം വരിക. കാരണം ഇവിടെയൊക്കെ പോകാനായിട്ട് യൂറോപ്യൻ കൺട്രീസിന് എടുത്തു പറയുമ്പോഴേ അവിടെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാവീണ്യം തെളിയിക്കേണ്ടതായി വരും. ഏതൊക്കെ ടൈപ്പ് വിസയായാൽ പോലും, വിസിറ്റിംഗ് വിസ ഒഴിച്ച് മറ്റുള്ള ഏത് വിസയിൽ പോയാലും ഇംഗ്ലീഷ് പ്രാവീണ്യം തെളിയിക്കേണ്ടതായി വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ പാസ്പോർട്ട് അല്ലെങ്കിൽ പാസ്പോർട്ടുണ്ട് കയ്യിലെങ്കിലും വിസ ലഭ്യമാകുന്നതിന് വേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഈ ഇംഗ്ലീഷ് പ്രാവീണ്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതിൻ്റേതായ എക്സാമാണ് IELTS, TOEFL, OET, PTE എന്ന് പറയുന്നവ. അപ്പം ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയൊരു കടമ്പ. നമ്മൾ പൊതുവേ ഇംഗ്ലീഷ് പഠിച്ചവരാണ് എന്നുള്ള വലിയൊരു കാര്യമുണ്ടെങ്കിൽ പോലും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായേക്കാം. അത് ഒരു ആൾക്കാർ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പറ്റി നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളൊരു കുട്ടിക്ക് കുറച്ചുകൂടെ എളുപ്പമാവാം. എങ്കിൽ പോലും ഇപ്പം എഴുതാനറിയാം, പറയാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവാം. അങ്ങനെയുള്ളവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ജോലിയുള്ളത്. ഒരാൾക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്നാൽ നിങ്ങൾ കൊടുക്കുന്ന സേവനങ്ങളും പ്രയോജനവും അതൊക്കെ എന്തായിരിക്കുമെന്ന് ഒന്ന് വിശദമാക്കി തരാൻ പറ്റുമോ? ഏതൊക്കെ കോഴ്സുകളാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത്? നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്ന കോഴ്സുകൾ പൊതുവേ IELTS, OET, TOEFL, PTE, ഇപ്പോൾ കൂടാതെ ജർമ്മനുമുണ്ട്. ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ്. ഈ ട്രെയിനിങ്ങുകളാണ് നമ്മൾ കൊടുക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് സ്റ്റുഡൻറ്റ് വിസ ആയാലും വർക്ക് വിസ ആയാലും മറ്റൊരു കൺട്രിയിൽ എത്തണമെങ്കിൽ ഈ IELTS പൊതുവെ ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്, ഏത് പ്രൊഫഷനായാലും. അപ്പം അതിൻ്റെ എക്സാംസ് നമുക്കിപ്പോൾ കോട്ടയമുണ്ട്, കൊച്ചിയുണ്ട്, കേരളത്തിൽ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെയുള്ള സെൻറ്റേഴ്സിൽ എക്സാം എഴുതാം. പ്രാഥമികമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്?
+2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് പൊതുവെ എഴുതുക. +2 കഴിഞ്ഞിട്ട് വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവാം. ഇപ്പം ചില കുട്ടികൾ +2 കഴിഞ്ഞിട്ട് അവിടെ നേഴ്സിംഗ് പഠിച്ചിട്ട് അവിടെ നേഴ്സിംഗ് ജോലിയിലേക്ക് കയറുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സ്കോറുണ്ട്, IELTS 7 എന്നാണ് അതിന് പറയുക, അത് സ്കോർ വേണ്ടവരുണ്ട്. അപ്പം ഈ നേഴ്സ് ആയാൽ മാത്രമേ, അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണലായാൽ മാത്രമേ OET എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ IELTS, TOEFL അല്ലെങ്കിൽ PTE, ഈ 3 ടെസ്റ്റുകളും വേൾഡ് വൈഡായിട്ട് അക്സെപ്റ്റഡ് ആണ്. ഈ 3 ടെസ്റ്റുകൾക്കുമുള്ള കോച്ചിങ് നമ്മുടെ അവിടെ കൊടുക്കുന്നത്. ഞാൻ കേട്ടിടത്തോളം നല്ല റിസൾട്ടാണ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്നതെന്ന് അറിഞ്ഞു. അതാണ് ഞാൻ മാഡത്തിൻ്റെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു കാര്യം. നമ്മുടെ കുട്ടികൾ ഒരു 99% ഓഫ് സ്റ്റുഡൻസും പാസ് ഔട്ട് ആവുന്നുണ്ട്. ഇതുവേ ലോവർ സ്കോർ അല്ല, ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് തന്നെ 9ലാണ് 9ലാണ് സ്കോർ പറയുക. അതിൽ 6.5 ആണ് പൊതുവെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്കോർ. ഒരു 99, ഞാൻ 1% മിച്ചം ഇട്ടു എന്ന് മാത്രം, 99%നും 6.5 കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ 7, 8, 8.5 ഇങ്ങനെയുള്ള ഹയർ സ്കോർ തന്നെയാണ് പൊതുവെ എല്ലാവർക്കും കിട്ടാറ്. അത് IELTSൻ്റെ കേസ്. PTയിൽ സ്കോർ നമ്പറായിട്ടാണ് പറയുക. അപ്പോൾ അവരുടെ സ്കോർ മാക്സിമം സ്കോർ 90 ആണ്. 90 കിട്ടിയതിന് കുട്ടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, എല്ലാ മൊഡ്യൂളിലും 90 കിട്ടിയവർ. അല്ലെങ്കിൽ വേണ്ടത് മിനിമം വേണ്ടത് 65 ഇൻഡിവിജ്വലാണ്. നമ്മുടെ കോമൺ ആവറേജ് സ്കോർ തന്നെ 70 എബവ് ആണ്. പിന്നെ നേരത്തെ OET ആണ് ഉള്ളത്. OET B ആണ് എല്ലാവർക്കും നേഴ്സസിന് വർക്ക് ചെയ്യാൻ വേണ്ടത്. OET ഇൻഡിവിജ്വൽ B വളരെയധികം കോമൺ ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, മാഡത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരാൾ ഈ ഒരു ലക്ഷ്യവുമായി എത്തിയാൽ അവർക്ക് വേണ്ട എല്ലാ സേവനങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് 1 by 1 ആയിട്ട് അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലാ സപ്പോർട്ടുകളും ഉണ്ട്. നമ്മൾ ഇതുപോലത്തെ കോച്ചിങ്ങുകൾ പ്രൊവൈഡ് ചെയ്ത് അവരെ ഓക്കെ ആക്കിയതിന് ശേഷം നമുക്ക് റിക്രൂട്ട്മെൻ്റ് ഇല്ല. നമ്മുടെ കുട്ടികൾ തന്നെ ഭംഗിയായി പോയി സക്സസ്ഫുള്ളായിട്ട് സെറ്റിലായിട്ട് പോയിട്ടുള്ള ഏജൻസികൾ അവർക്ക് എന്നോട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ താങ്കൾ വന്നു, താങ്കൾ സക്സസ്ഫുള്ളായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പോയ ഏജൻസിയിലേക്കായിരിക്കും നമ്മുടെ കുട്ടികളെ വിടുക. അപ്പം അങ്ങനെ പോകുന്നു, ട്രസ്റ്റബിളാണ് ഉറപ്പായിട്ടും. ഇപ്പം ജർമ്മൻ പ്രോഗ്രാം വളരെയധികം നന്നായിട്ട് കയറി വരുന്നുണ്ട്. അപ്പം ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ വളരെയധികം ടൈപ്പ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം നന്നായിട്ട് കോച്ചിങ് കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ, ജർമ്മനിയിലേക്കുള്ള കാര്യങ്ങൾ ബാക്കി മുഴുവൻ ഫ്രീ ആയിട്ടാണ് പോവുക. അപ്പം ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവേണ്ടതുകൊണ്ട് അത് നമ്മൾ തന്നെ എക്സ്പെൻസ് എടുക്കണം. പിന്നെ നേഴ്സസിനാണെങ്കിൽ എക്സ്പെൻസ് ഇല്ല, അവിടെ പോയിട്ട് ഇവിടുത്തെ പഠിക്കുന്നതിൻ്റെയും പരീക്ഷാ ഫീസും എല്ലാം ജർമ്മൻ ഗവൺമെൻറ് റീഫണ്ട് ചെയ്യും. അപ്പം അല്ലെങ്കിൽ അതിൻ്റെ പൈസ അവരെടുക്കുന്നതുണ്ടാവും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേരള ഗവൺമെൻറ്റും അതിൻ്റെ അകത്ത് വളരെയധികം ഇൻവോൾവ് ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലഭ്യമാണ്. ഇത് സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് പോകുകയാണെങ്കിൽ എത്രത്തോളം ചിലവേറിയ ഒരു സംവിധാനമാണ്? ചിലവേറിയെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്നത് ഒട്ടും ചിലവില്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല. ജർമ്മനി അതിൻ്റെ അകത്തൊരു എക്സെപ്ഷനാണ്. ജർമ്മനിയിൽ പോകുന്നതിന് ഒരുപാട് ചിലവ് വരാറില്ല. എക്സാമിൻ്റെ ഇപ്പം പല പ്രോഗ്രാമുണ്ട്. ജോലിക്ക് പോകുന്നതിന് വലിയ ചിലവ് വരുന്നില്ല. കാരണം നമ്മൾ പഠിക്കാൻ പോയാൽ ഓസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അത് നഴ്സിംഗ് മുതൽ പല കോഴ്സുകൾക്കും പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷം രൂപയോളം ഇങ്ങോട്ട് സ്റ്റൈഫൻഡ് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിനുള്ള എക്സാം പാസ്സാവുക, പോകുന്നതിൻ്റെ പൈസ നമ്മൾ മുടക്കേണ്ടതുണ്ട്. പക്ഷേ നഴ്സിങ്ങിന് അങ്ങനെയല്ല. നഴ്സിങ്ങിന് നമുക്കൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. അപ്പം B2 വരെയുള്ള എക്സാം അങ്ങനെയാണ്. A1 A2 മുതൽ B2 വരെയാണ്. അപ്പം B2 പാസ്സായി കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഈ പാസ്സായി പോയതിൻ്റെയും എക്സാമിൻ്റെ ചിലവും കോച്ചിങ് ചിലവും എല്ലാം തന്നെ ജർമ്മൻ ഗവൺമെൻറ് റീഫണ്ടഡ് ആണ്. അപ്പോൾ ഇത് കാര്യങ്ങൾ ചെയ്തു തരികയാണ് നമ്മളുടെ ഏജൻസികൾ ചെയ്തു തരിക. പിന്നെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ് എടുക്കുമ്പോൾ ഓരോ കൺട്രിക്കും വ്യത്യാസമുണ്ട് എക്സ്പെൻസ്. ഓരോ കൺട്രിയും ഇപ്പോൾ ഓസ്ട്രേലിയ ഇത്തിരി എക്സ്പെൻസീവാണ്. UK പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഫ്രീ ഫണ്ടഡ് പ്രോഗ്രാംസ് വരെയുണ്ട്. നഴ്സിംഗ് പഠിക്കാൻ ഫ്രീ ആയി കൊടുക്കുന്ന വെയിൽസ് ഉണ്ട്. പക്ഷേ നന്നായിട്ട് ചാർജ് ചെയ്യുന്ന വേറെ യൂണിവേഴ്സിറ്റീസും ഉണ്ട്. പിന്നെ കുട്ടികളോട് പറയാനുള്ളത്, റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അതിന് അവിടുത്തെ ക്വാളിഫിക്കേഷൻ കഴിയുമ്പോൾ നമുക്ക് ഗുണം കിട്ടുന്നു എന്നുള്ളതാണ്. പലരും എളുപ്പം കിട്ടുമെന്ന് വിചാരിച്ച് IELTS വേണ്ട, അല്ലെങ്കിൽ എനിക്ക് 50% ഉള്ളൂ എന്നും പറഞ്ഞ് മോശമായ കാര്യത്തിൽ, അല്ലെങ്കിൽ മോശം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, റാങ്കിങ് കുറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ പോയി അഡ്മിഷൻ മേടിക്കും. അങ്ങനത്തെ അഡ്മിഷൻ വരുമ്പോൾ അവിടുന്ന് പാസ് ഔട്ട് ആകുമ്പോൾ അതിൻ്റേതായ പരിണത ഫലങ്ങളും പിന്നെ അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പിന്നെ ബാങ്ക് ലോൺസ് എടുക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് പോകാനായിട്ട്. അപ്പം ബാങ്കിൽ ലോൺസ് എടുക്കണമെങ്കിൽ കുട്ടികൾ എല്ലാവരും അറിയേണ്ട ആവശ്യമുണ്ട്. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകുമ്പോൾ, സ്റ്റുഡൻറ്റ് വിസയ്ക്ക് എൻ്റെ കുട്ടിയാണ് ഞാൻ വിടണമെങ്കിൽ, നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടി കാണിക്കുന്ന സ്ഥലത്ത് വീടുണ്ടായിരിക്കണം.
ആ വീട്ടിലേക്ക് വഴി ഉണ്ടായിരിക്കണം. ഈ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറെങ്കിലും കയറി വരുന്ന വഴി ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് ലോൺ തരുള്ളൂ. പലപ്പോഴും അതെ, RBI റൂളാണ്. എല്ലാ ബാങ്കിനും ഇത് ഒരുപോലെ തന്നെയാണ്. അപ്പം പല കുട്ടികളും ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാങ്കിൽ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ഇതില്ലാതെ വന്നിട്ട് അവരുടെ സ്വപ്നങ്ങളും സമയവും ഒക്കെ പോകാറുണ്ട്. അപ്പം ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. പഠിക്കാൻ ഇറങ്ങുമ്പം തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾ വരുമ്പോഴായാലും കൂടെ പേരൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊരു അവബോധം കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനുമുള്ള സമയം കിട്ടുകയും ചെയ്യും. മാഡം, നിങ്ങളുടെ ഈ കോളേജിലേക്ക് വരുമ്പോൾ പല ആളുകൾക്ക്, ഇപ്പോൾ എനിക്കാണെങ്കിലും ഇംഗ്ലീഷ് നന്നായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം എന്നെ അലട്ടുന്നുണ്ട്. ഞാനതിന് അത്രത്തോളം പ്രാപ്തനാണോ, എനിക്കത് പറ്റുമോ എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട്. അത്തരം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു കൃത്യമായ ഒരു കോച്ചിങ് ഉണ്ടാകുമല്ലോ. ഇപ്പോൾ മാഡം പറഞ്ഞു പെർസെൻറ്റേജ് വൈസ് നിങ്ങൾ വളരെ ഹൈ ആണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണ്? എല്ലാ കുട്ടികളും തന്നെ പ്രതീക്ഷിക്കുന്ന പ്രശ്നമാണ്. കാരണം നമുക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം, സ്കൂൾ തലം മുതലേ പഠിച്ചിട്ടുണ്ടെങ്കിലും എന്നെക്കൊണ്ട് ഇതുപോലത്തെ ഒരു ഇൻ്റർനാഷണൽ എക്സാം എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ലെവലിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത്. ഒരു 80% കുട്ടികളും ഇതേ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് വരുമ്പോൾ. പക്ഷെ അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സ്ട്രാറ്റജിക് അപ്രോച്ചാണ് കൊടുക്കുക. തുടക്കം നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ വരുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താ എന്നൊക്കെ ഇൻട്രൊഡക്ഷൻ തരുമ്പോഴേ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ചിലർക്ക് പറയാനറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചിലർക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്, ചിലർക്ക് ഗ്രാമർ വളരെ പൂറാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അവരെ സൈക്കോളജിയും കൂടി എടുത്തിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടി പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ അതും കുറച്ച് ബുദ്ധിമുട്ട് മനസ്സിലാക്കാറുണ്ട്. ചിലർക്ക് ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇല്ല അങ്ങനെ പറഞ്ഞോളൂ, അറിയാമെങ്കിലും വരണില്ല എന്നൊക്കെ കുട്ടികൾ പറയും. അപ്പം അവർക്ക് സമയം അതിൻ്റേതായ രീതിയിൽ കൊടുത്ത്, പിന്നെ ഇപ്പോൾ എക്സാമിന് വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ചിലർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ഉത്തരം ചോദിക്കാൻ പറ്റില്ല, ചില ക്വസ്റ്റിന് ചിലർക്ക് ഉത്തരം പറയാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് കൊടുക്കണേ. ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്നുള്ള ഒരു പരസ്യവാചകമല്ല. നമ്മൾ വളരെ കുറച്ച് നമ്പറുള്ള ക്ലാസ് റൂംസാണ് നമ്മളെപ്പോഴും അറ്റൻഡ് ചെയ്യുക. 10 കുട്ടികൾ കൂടുതൽ നമ്മുടെ ഒരു ക്ലാസ്സിൽ കീപ്പ് ചെയ്യാറില്ല. ഈ 10 കുട്ടികളെ കീപ്പ് ചെയ്യുമ്പോഴും മിനിമം ഒരു 4 ടീച്ചേഴ്സ് ഇവരെ അറ്റൻഡ് ചെയ്യും ഓരോ ദിവസവും. അപ്പം ഇത് പല ബാച്ചുകളായിട്ടാണ്. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ അടുത്ത് സമയം എടുത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 2 മാസത്തോളം കാലം ഇവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് നാച്ചുറലി ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ 2 മാസം കൊണ്ട് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക എന്ന് പറയുക. അപ്പോൾ അതിൻ്റേതായ വർക്ക് അവരിലും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. അപ്പം എനിവേ നമ്മൾ രണ്ടുപേരുടെയും കൂടെയുള്ള കമ്പൈൻഡ് എഫേർട്ട് വരുമ്പോൾ നല്ല റിസൾട്ട് വരിക. പിന്നെ എക്സാം അടുക്കുമ്പം ഡെഫിനറ്റ്ലി എക്സാം ഓറിയൻറ്റഡ് കോച്ചിങ് തന്നെയാണ് വരിക. അപ്പം അതിനനുസരിച്ചിട്ടുള്ള കോച്ചിങ്, പിന്നെ നമ്മുടെ ട്യൂട്ടേഴ്സ് എല്ലാം തന്നെ IELTSഉം OET ഒക്കെ ഹയർ സ്കോറിൽ തന്നെ പാസ്സായിട്ടുള്ളവരാണ്. ഞാനും നേരത്തെയാണ് IELTS 8.5 വെച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കോൺഫിഡൻസും കൂടിയുണ്ട്. പിന്നെ ഈ കുട്ടികളെ ഞാൻ പറഞ്ഞു 27 ഇയേഴ്സായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന കുറേ പാഠങ്ങളുണ്ട്. ഇങ്ങനെ അപ്രോച്ച് ചെയ്യണം. അതെ, ഉറപ്പായിട്ട്. അപ്പം ഓരോ കുട്ടികളിലും ഇങ്ങനെ അപ്രോച്ച് ചെയ്താൽ അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവും എന്ന് പറയുന്ന ആ ഒരു രീതികൾ മാറി മാറി അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടികളുടെ റിസൾട്ട്. നമ്മൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പലരും ചിലപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവും. ചിലർക്ക് കുറേ ഡിസ്റ്റൻസിൽ, ഇപ്പോൾ നമ്മൾ തലയോലപ്പുറമ്പാണ്, ഒരുപാട് ഡിസ്റ്റൻസിലുള്ള ആളുകളുണ്ടാവും. എല്ലാവർക്കും സ്ഥാപനത്തിൽ വന്ന് തന്നെ പഠിക്കാൻ പറ്റണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ നമ്മളുടെ സാങ്കേതിക വിദ്യകൾ ഒരുപാട് മുകളിലാണ്. അപ്പോൾ നമുക്ക് ഈ ഓൺലൈൻ ഫെസിലിറ്റീസ്, സൂം മീറ്റിങ്ങുകൾ, ഗൂഗിൾ മീറ്റ്, ഇത്തരം സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടോ? അങ്ങനത്തെ കോഴ്സുകളുണ്ടോ? അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സസ് മാത്രമല്ല ഓൺലൈൻ ക്ലാസ്സസും അവൈലബിൾ ആണ്. ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ക്ലാസ് അല്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മൾ പറയുന്നത് 10 പേരല്ല 25 പേരുടെ ഒരു ഗ്രൂപ്പിനാണ് ഒരു ടീച്ചർ ക്ലാസ് എടുക്കുക. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു സ്റ്റുഡൻറ്റിന്, താങ്കൾക്ക് ഞാൻ ഒറ്റയ്ക്കായിരിക്കാം ക്ലാസ് എടുക്കുക. അപ്പം നമ്മൾ IELTSന് വന്നു കഴിഞ്ഞാലോ ഏത് കോഴ്സിന് ജോയിൻ ചെയ്താലും, ഇപ്പം താങ്കൾ പറഞ്ഞ സാങ്കേതിക വിദ്യ പോലെ തന്നെ സൂം മീറ്റിങ്ങും ഗൂഗിൾ മീറ്റും ഒക്കെ തന്നെ ഉപയോഗിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ പാഡ് വെച്ചിട്ട് തന്നെ ബോർഡിൽ എഴുതി കാണിക്കുന്ന പോലെ, അല്ലാതെ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞ് വാട്സപ്പിൽ കൂടെ കോളല്ല. ഉണ്ടാവും. ഉറപ്പായിട്ടും ഈ ചമ്മൽ പലപ്പോഴും പ്രത്യേകിച്ച് OET IELTS കുട്ടികൾ പറയാറുണ്ട്, എനിക്ക് മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ ചോദിക്കാൻ പേടി, കാരണം മറ്റുള്ളവർക്ക് ഇല്ലെങ്കിലോ അപ്പം ഞാൻ നാണം കെടുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒറ്റയ്ക്കാണ് എടുക്കണേ. അപ്പോൾ ഈ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ട്യൂഷൻ പോലെ ഒറ്റയ്ക്കിരിക്കുക. അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാനും പറ്റും. ഇപ്പം ഒരാൾക്ക് കുറച്ച് പ്രൊഫഷൻസി ആണെങ്കിൽ അവരെ അത് ഹെൽപ്പ് ചെയ്ത്
ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും, ഫ്രണ്ട്ലി ആയിട്ട്. അപ്പോൾ അത് രാവിലെ മുതൽ ഒരു രാത്രി 8 മണി വരെയുള്ള ക്ലാസ്സുകളിൽ അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ അകത്തും 2 ടീച്ചേഴ്സ് ഇൻ ക്ലാസ്സിലുണ്ടാവും. ക്ലാസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് അതിൻ്റെ കോർഡിനേഷൻ ഉണ്ടാവും. അപ്പം ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നാലും കാൻഡിഡേറ്റിനൊരു ബുദ്ധിമുട്ടും വരില്ല ക്ലാസ്സുകൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓഫ്ലൈൻ വരാറുണ്ട് കുട്ടികൾ. അതല്ലാതെ ഇപ്പോൾ വെളിയിൽ പോയി കഴിഞ്ഞിട്ട് സൗദി അറേബ്യയിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് നേഴ്സസ് ഓൺലൈൻ പഠിക്കാറുണ്ട്. UK കെയറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർ, അയർലൻഡിൽ വർക്ക് ചെയ്യുന്നവർ OET ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെയ്യാറുണ്ട്. പിന്നെ IELTS എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരാറുണ്ട്. പിന്നെ നമുക്ക് പലരും റെഫർ ചെയ്തിട്ട്, ഇപ്പോൾ താങ്കൾ വെളിയിലായിരിക്കാം പഠിക്കുന്നത്, അല്ലെങ്കിൽ താങ്കളുടെ മക്കൾ വെളിയിൽ പോയി, അപ്പോൾ അവരുടെ കുട്ടികൾ സ്കോർ ചെയ്തു, അപ്പോൾ അടുത്തയാളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തു, അങ്ങനെ വന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മൗത്ത് പബ്ലിസിറ്റിയും പിന്നെ നമ്മുടെ റിസൾട്ട് കണ്ടിട്ടും വിളിക്കുന്നവരാണ്. അപ്പോൾ അല്ലാതെയുള്ള അഡ്വർടൈസ്മെൻ്റ് അല്ല നമുക്ക് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ റെഫറൻസ് കിട്ടിയിട്ട് നമുക്ക് ഓൺലൈനിലുണ്ട്. മാഡം, ഇപ്പോൾ ഈ കോഴ്സ് എല്ലാം കഴിഞ്ഞു, പിന്നെ അവരുടെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ പരീക്ഷ എഴുതാനായിട്ട് ഇവർ പോകുമ്പോൾ ഇവർക്ക് അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അതിനെന്തെങ്കിലും ഫീസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കോഴ്സ് പഠിക്കുന്നത് അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് 1 മന്തോ 2 മന്തോ ഒക്കെ ആവാം. കോഴ്സ് പഠിച്ചതിന് ശേഷമുള്ള എല്ലാ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം ബുക്കിങ്, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ നമ്മൾ വഴിയാണ് ബുക്ക് ചെയ്യുക. ഇപ്പം IELTS ആണെങ്കിലും PT, OET, TOEFL ഏതായാലും നമുക്ക് എക്സാം ബുക്കിംഗ് അവൈലബിൾ ആണ്. അതിന് നമ്മുടെ സ്റ്റുഡൻ്റ് ആവണം എന്നില്ല, വെളിയിൽ നിന്ന് വരുന്നവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. യാതൊരു ഫീയും വാങ്ങാറില്ല. എക്സാം അതൊരു നമ്മൾ ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു സേവനമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. എക്സാം ബുക്ക് ചെയ്ത് കൊടുക്കുന്നതിന് അത് അവരുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് സൊസൈറ്റിക്ക് ചെയ്തു കൊടുക്കുന്നത്. വിദേശത്ത് ഒരു ജോലി, വിദേശത്തൊരു പഠനം, ഇത്തരം വിഷയം എന്ന് പറയുന്നത് വളരെ വാസ്റ്റായിട്ടുള്ളൊരു വിഷയമാണ്. ഇത്തരം ആഗ്രഹം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തലയോലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. അത് കോട്ടയം ജില്ലയിൽ വൈക്കത്തിനടുത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥാപനം. വളരെ ജെന്യൂനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല സേവനങ്ങൾ ലഭിക്കുന്നതാണ്. അവരുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ ഡീറ്റെയിലും ഞാനിപ്പോൾ നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഓൺലൈൻ ഫെസിലിറ്റീസും കൊടുക്കുന്നത് കൊണ്ട് അത്തരം ആഗ്രഹമുള്ളവർ മായ മാഡവുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.